السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. أيها الأصدقائي أظن أنكم جيدون. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ മാതാ ദറസ്ന ഫി സുഫിൽ മാലി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തു? എന്താ പഠിച്ചത്? ദറസ്ന ഫി സുഫിൽ മാലി അൽ വഹ്ദത്തു സാനിയ അല്ലേ, രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫഹിംന അനിൽ ഉൽഫത്തി വൽ മഹബത്തി, ഒരു ഇൻറ്റിമസിയുടെയും സ്നേഹത്തിൻ്റെയും, ഇൻറ്റിമസി ആൻഡ് ലവ്, സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയൊക്കെ ഒരു കഥ പറയുന്നൊരു ചാപ്റ്ററാണ് നമ്മുടെ ഈ രണ്ടാമത്തെ യൂണിറ്റ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ നോക്കിയത്? ഒരു ഉസ്രത്ത് സായിദ നമ്മൾ സംസാരിച്ചു. അതിൽ ആരൊക്കെയുണ്ട് ആ കുടുംബത്തിൽ? ഫവാസ് ഉണ്ട്, വാലിദ്, പിന്നെ ആരൊക്കെ ഉണ്ടാകും? വാലിദത്ത് ഉണ്ടാവും അല്ലേ, ഫവാസിൻ്റെ ഉമ്മയുണ്ടാകും. അന്നഹു വാലിദു ഫവാസ് അന്നഹു ഖാദിമും മിൻ ഖത്തർ അല്ലേ, ഖത്തറിൽ നിന്ന് വരുന്ന പിതാവുണ്ട് അല്ലേ, അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോയതാണ്. ആര്? ഫവാസും അവൻ്റെ ഉസ്രത്ത് ഫാമിലിയും. അപ്പോൾ അങ്ങനെ ഫവാസും അവൻ്റെ ഫാമിലിയും അങ്ങനെ പിതാവിനൊക്കെ പിക്ക് ചെയ്ത് തിരിച്ചു പോരാൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 28ാമത്തെ പേജിലോട്ടൊന്ന് കടക്കാം. റെഡി അല്ലേ എല്ലാവരും? ഒഫിത്തൊരീക്കെ وجدت الأسرة امرأة مسنة وهي تجلس بجانب الطريق إلى السوق. كانت تنظر يمينا وشمالا وكان الجو حارا جدا فنزلت الأسرة من السيارة. وفي الطريق, അങ്ങനെ അവരിങ്ങനെ തിരിച്ചു പോരാണ് കേട്ടോ, എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോരാണ്. അപ്പോൾ ഓഫിത്തൊരേക്ക് ഒരു കാറിലാണ് കേട്ടോ അവർ പോകുന്നത്. നമ്മൾ പിക്ചറിൽ കാണാം അല്ലേ, ഒരു കാറ് കാണുന്നുണ്ട്. അതിൽ ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഉമ്മയായിരിക്കും അല്ലേ, കണ്ടിട്ട് ഫവാസിൻ്റെ മദർ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് സീറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ബാക്കിൽ അവൻ്റെ സിസ്റ്ററുണ്ട്. പിന്നെ ഫവാസിൻ്റെ ഉപ്പയാണ് ഇങ്ങനെ കാറിന് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്, ഫവാസും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഹാദിഹി സുവറി ഹുനാക്ക ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ഒരു ഇമ്രഅത്തുൻ മുസിന്നുൻ, ഒരു വയസ്സായ ഒരു സ്ത്രീയും ഉണ്ട് അല്ലേ. അപ്പോൾ തുടങ്ങിയാലോ? എന്താണ്? വഫിത്തൊരീക്ക്, അങ്ങനെ വഴിയിൽ വെച്ച് വജദത്തിൽ ഉസ്രത്തും, അവരുടെ ഫാമിലി വജദത്ത് അവർ കണ്ടു. ഇമ്രഅത്തൻ മുസിന്നത്തൻ, ഒരു സ്ത്രീയെ. ഇമ്രഅത്തൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ, മുസിന്നത്തൻ എന്ന് പറഞ്ഞാൽ അല്ല വയസ്സായ സ്ത്രീക്കാണ് നമ്മൾ മുസിന്ന് പറയാം. വാർദ്ധക്യം എത്തിയവരെയാണ് മുസിന്ന് എന്ന് പറയുക. അപ്പോൾ ഇമ്രഅത്തൻ മുസിന്നത്തിന് വയസ്സായ സ്ത്രീയെ കണ്ടു. വഹിയ തെജിലിസു ബിജാനിബി ത്വരീഖി ഇല സൂഖി. വഹിയ തെജിലിസു, അവൾ ഇരിക്കുന്നുണ്ട്. ബിജാനിബി ത്വരീഖി, വഴിയിൻ്റെ ഒരു വഴി അരികിൽ ഇരിക്കുന്നുണ്ട്. ബിജാനിബി പറഞ്ഞാൽ അരികെ, അത്വരീഖി വഴി അരികെ ഇരിക്കുന്നുണ്ട്. ഇല സൂഖി, നമ്മൾ മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന റോഡിൻ്റെ, ഇല സൂഖി പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് അങ്ങാടിയിലേക്കൊക്കെ പോകുന്ന റോഡിൻ്റെ വഴി അരികിൽ ഇരിക്കുകയാണ് ആര്? ഇമ്രഅത്തുൻ മുസിന്ന, ഒരു വയസ്സായ ഒരു സ്ത്രീ. അപ്പം എന്താണ് പറയുന്നത്? ഹുഫിത്തൊരീക്ക് വജദത്തിൽ ഉസ്രത്ത് ഇമ്രഅത്ത് മുസിന്ന. ഓൺ ദി വേ ദ ഫാമിലി ഫൗണ്ട്, വജദ പറഞ്ഞാൽ ഫൗണ്ട്, വജദത്ത് ഫൗണ്ട് ആൻഡ് ഇമ്രഅത്തൻ മുസിന്ന, ഓൾഡ് വുമൺ. ഇമ്രഅത്തൻ മുസിന്ന പറഞ്ഞാൽ ഓൾഡ് വുമൺ, വയസ്സായ സ്ത്രീ. വഹിയ തജ്ലിസു ബിജാനിബി ത്വരീഖി ഇല സൂഖി, ഓൾഡ് വുമൺ സിറ്റിംഗ് ബൈ ദി റോഡ് ടു ദി മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ ആ റോഡ് അരികെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവളെന്താണ് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്. കാനത്ത് തൻദുറു യമീനം വശിമാല, ഷി വാസ് ലുക്കിംഗ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അല്ലേ. തൻദുറു പറഞ്ഞാൽ ലുക്കിംഗ്, ഷി വാസ് ലുക്കിംഗ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഒക്കാനൽ ജൗ ഹാറൻ ജിദ്ദൻ,
അപ്പോഴോ അന്തരീക്ഷമായിരുന്നു കാനൽ ജവ്, ആ സമയത്ത് അന്തരീക്ഷം എന്താണ്, ഹാറൻ ജിദ്ദ്, നല്ല ചൂടാണ്, വളരെയധികം ചൂടുണ്ട്. ഇറ്റ് വാസ് വെരി ഹോട്ട്, വെരി ഹാറൻ ജിദ്ദ് എന്ന് പറഞ്ഞാൽ വെരി ഹോട്ട്. അപ്പോൾ എന്താണ്, ഒരു ഉച്ച സമയത്തൊക്കെ ആയിരിക്കും അല്ലേ ഇവരെ എയർപോർട്ടിൽ നിന്ന് വരുന്നത്, അതുകൊണ്ടായിരിക്കും. ഇറ്റ് വാസ് വെരി ഹോട്ട്. ഫനസലത്തിൽ ഉസ്രത്തു മിനസ്സയ്യാറത്തി, ഫനസലത്തിൽ ഉസ്രത്തു, അങ്ങനെ കെയിം ഡൗൺ. ഫനസലത്ത് പറഞ്ഞാൽ കെയിം ഡൗൺ, ഇറങ്ങി എന്ന് വെച്ചാൽ നമ്മൾ കാറിൽ നിന്നും ഇറങ്ങി. ഉസ്രത്തു അവരുടെ ഫാമിലി കാറിൽ നിന്നും ഇറങ്ങി. മിനസ്സയ്യാറത്തി കാറിൽ നിന്നും. അപ്പോൾ ദ ഫാമിലി ഗോട്ട് ഔട്ട് ഓഫ് ദി കാർ, ദ ഫാമിലി ഗോട്ട് ഔട്ട് ഓഫ് ദി കാർ എന്ന് വെച്ചാൽ കെയിം ഡൗൺ, താഴേക്ക് ഇറങ്ങി, അവരുടെ ഫാമിലി കാറിൽ നിന്നും ഇറങ്ങി. അങ്ങനെ സ അലൽ വാലിദു, അപ്പോൾ പിതാവ് ചോദിച്ചു. സ അല പറഞ്ഞാൽ ചോദിച്ചു. ദി ഫാദർ ആസ്ക്ഡ്, യാ ജദ്ദത്തി മൻ തൻതളിരീന, യാ ജദ്ദത്തി എന്ന് വെച്ചാൽ ജദ്ദത്തി പറഞ്ഞാൽ വല്യുമ്മ എന്ന് വിളിക്കാണ്, ഗ്രാൻഡ് മാ എന്ന് വിളിക്കുക. ഓ ഗ്രാൻഡ് മാ, മൻ തൻതളിരീന, ഹു ആർ യു വെയിറ്റിംഗ് ഫോർ, എന്താ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്, ആരെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മൻ തൻതളിരീന, നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഹു ആർ യു വെയിറ്റിംഗ് ഫോർ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മോഡലൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഈ ക്വസ്റ്റ്യൻ കാണുന്ന വേർഡുകളൊക്കെ അങ്ങ് അടിവര ഇടുക, മൻ എന്നുള്ളത് അടിവര ഇട്ടോളൂ കേട്ടോ. അങ്ങനെ നമുക്ക് അത് അവസാനം ചർച്ച ചെയ്യാം. അങ്ങനെ അജാബത്ത് മുബ്തസിമത്തും ഫി സൗത്തിൻ മുൻഖഫിളി, അജാബത്ത്, അപ്പോൾ ആ ഇമ്രഅത്തുൻ മുസിന്ന എന്ന് പറഞ്ഞില്ലേ, ആ സ്ത്രീ അജാബത്ത്, അവര് ഉത്തരം പറയാണ്. ആൻസേഡ് ഷീ ആൻസേഡ്, അവള് പറയാണ്, ഉത്തരം പറയാണ്. മുബ്തസിമത്തൻ ചിരിച്ചുകൊണ്ട്, വിത്ത് സ്മൈൽ, പുഞ്ചിരിച്ചുകൊണ്ട് അവള് സംസാരിക്കാൻ കേട്ടോ. ഫി സൗത്തിൻ മുൻഖഫിളിൻ, ഫി സൗത്തിൻ എന്ന് പറഞ്ഞാല് ശബ്ദത്തില്, ഫി സൗത്തിൻ മുൻഖഫിളിൻ എന്ന് പറഞ്ഞാല് പതിഞ്ഞ ശബ്ദത്തിൽ, മുൻഖഫിള് പതിഞ്ഞ ശബ്ദം, താഴ്ന്ന ശബ്ദത്തില് അവള് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഷീ ആൻസേർഡ് വിത്ത് എ സ്മൈൽ ഇൻ ലോ വോയിസ്. മുൻഖഫിള് പറഞ്ഞാല് ലോ, സൗത്ത് പറഞ്ഞ വോയിസ്, ഇൻ എ ലോ വോയിസ്. അപ്പോൾ അന്തളിറു ഇബിനി, അവളെന്താ പറയുന്നത്, അന്തളിറു ഇബിനി വെയിറ്റ് ഫോർ മൈ സൺ എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ മകനെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അന്തളിറു പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇബിനി എൻ്റെ മകനെ, ടു മൈ സൺ എൻ്റെ മകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സയഅതി ബാദ ഖലീലിൻ, ഹി വിൽ ബി ഹിയർ സൂൺ, പെട്ടെന്ന് വരുമായിരിക്കും. സയഅതി ശേഷം അവൻ വരുമായിരിക്കും. ബാദ ഖലീലിൻ പെട്ടെന്ന്, വിൽ ബി ഹിയർ സൂൺ പെട്ടെന്ന് വരും എന്ന് പറയാണ്. എന്നിട്ടിങ്ങനെ അപ്പോൾ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. സയഅതി അവന്, എൻ്റെ മകന് വരും. ബാദ ഖലീലിൻ എന്ത്, ഹി വിൽ ബി ഹിയർ സൂൺ പെട്ടെന്ന് വരും എന്ന് പറയാണ്. ഇൻതളറത്തിൽ ഉസ്രത്തു ഇൻതഹ, അപ്പോൾ ഇൻതളറത്തിൽ ഉസ്രത്തു, ആ ഫാമിലിയും, ഇപ്പൊ ആ കാറിൽ വന്ന ആ ഫാമിലിയും ആ ഉമ്മയോടൊപ്പം എന്ത്, ഇൻതളറ പ്രതീക്ഷിച്ചിരുന്നു, അവളോടൊപ്പം ഇരുന്നിട്ട് പ്രതീക്ഷിക്കാണ്. ദ ഫാമിലി വെയിറ്റഡ് ദേർ എന്ന് പറയാം കേട്ടോ. വലം യഅതി അഹദും, പക്ഷെ ആരും വന്നില്ല. വലം യഅതി വന്നില്ല, അഹദ് ഒരാളും വന്നില്ല. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ, അവരും കൂടെ വെയിറ്റ് ചെയ്തിരുന്നു, ഫവാസും അവൻ്റെ ഫാമിലിയും. അപ്പോൾ വലം യഅതി വന്നില്ല, ദ ഫാമിലി വെയിറ്റഡ് ദേർ ബട്ട് നോ വൺ കം, ഒരാളും വന്നില്ല. വലം യഅതി അഹദ് എന്ന് പറഞ്ഞാല് ബട്ട് നോ വൺ കം. വഹിയ തഖൂലു, അപ്പോൾ അവളിങ്ങനെ, ആ ഇംറഅത്ത് മുസിന്ന, ആ വയസ്സായ സ്ത്രീ പറയുന്നുണ്ട്, എന്ത്, ഇബ്നി സയഅതി അൽ ആന, അതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വഹിയ തഖൂലു, അവൾ പറയുന്നുണ്ട്, ഇബ്നി, ഷി സെഡ് മൈ സൺ സയഅതി അൽ ആന വിൽ കം നൗ എന്ന് പറയാം, ഇപ്പൊ വരും, എൻ്റെ മോൻ ഇപ്പൊ വരും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പാവല്ലേ. അപ്പോൾ ഫസഅലൽ വാലിദു, അപ്പൊ ഫവാസിന്റെ ഉപ്പ ചോദിക്കാൻ കേട്ടോ,
ഫാദർ ആസ്ക്ഡ്, യാ ജദ്ദത്തി അയിന ബൈത്തുക്കി, യാ ഗ്രാൻഡ്മ, ഓ ഗ്രാൻഡ്മ അയിന ബൈത്തുക്കി, വല്യമ്മ നിങ്ങളുടെ വീട് എവിടെ, വേർ ഈസ് യുവർ ഹൗസ് എന്ന് ചോദിക്കണം. അയിന ബൈത്തുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വീട് എവിടെ എന്ന് ചോദിക്കണം. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ കണ്ടില്ലേ, അയിന ബൈത്തുക്കി, നിന്റെ വീട് എവിടെ ഒക്കെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നവരോടൊക്കെ നമുക്ക് ചോദിക്കാം, അയിന ബൈത്തുക്കി. അപ്പോൾ വേർ ഈസ് യുവർ ഹൗസ് എന്ന് ചോദിക്കാം കേട്ടോ. ഇന്ത ഇതിൻ മദ്ദത്തിൽ ജദ്ദത്തു വറക്കത്തൻ, അത് ചോദിച്ചപ്പോൾ ഇന്ദേതി അങ്ങനെ ചോദിച്ചപ്പോൾ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ദേതി ആ സമയത്ത് മദ്ദത്ത് അവൾ നീട്ടി, അവളുടെ കയ്യിൽ എന്തോ ഉണ്ട് അതിങ്ങനെ നീട്ടി. മദ്ദത്ത് പറഞ്ഞാൽ അവൾ നീട്ടി, അൽ ജദ്ദത്തു വറക്കത്തൻ ഒരു പേപ്പറാണ് നീട്ടിക്കൊടുത്തു കേട്ടോ. വറക്കത്ത് പറഞ്ഞാൽ പേപ്പർ. എന്താണ്, ദെൻ ദ ഗ്രാൻഡ് മദർ എക്സ്റ്റെൻഡ് എ പീസ് ഓഫ് പേപ്പർ, പീസ് ഓഫ് പേപ്പർ. അപ്പോൾ ഫിഹ അതിലുണ്ട്, അതിലെന്തോ എഴുതിയിട്ടുണ്ട്. അതെന്താണ് എഴുതിയിരിക്കണത്, മൻ യജിദ് ഹാദിൽ മർഅത്ത ഫറജാഉ അഹദുഹ ഇലാ ദാരിൽ മുസ്ലിമീൻ. അതിലെന്താണ് എഴുതിയിട്ടുള്ളത്, അതിലൊരു നോട്ട് എഴുതിയിട്ടുണ്ട്. മൻ യജിദ് ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ, മൻ യജിദ് ഈസ് ഹാദിൽ മറാത്ത ഈ സ്ത്രീയെ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ, ഫറജാഉ ഫറജാഉ പറഞ്ഞാൽ പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്, പ്ലീസ് എന്നിട്ട് പറയാണ്, അഹദുഹ ഇല ദാരിൽ മുസ്ലിമീൻ, അവളെ നിങ്ങൾ കൊണ്ടുപോകണം, ഇല ദാരിൽ മുസ്ലിമീൻ അവളെ പിക്ക് ചെയ്യണം, എന്നിട്ട് ഇല ദാറിൽ മുസ്ലിമീൻ എങ്ങോട്ടാണ്, എന്താണ് ദാറുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഈ വയസ്സായ അവരൊക്കെ കൊണ്ടാക്കുന്ന വീട് എവിടെയാണ്, വൃദ്ധസദനം എന്നൊക്കെ പറയൂലേ, അവിടേക്ക് ഇലാ ദാറിൽ മുസ്ലിമീൻ വൃദ്ധസദനത്തിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടാക്കണം എന്നാണ് പറയുന്നത്. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീയെ കണ്ടുമുട്ടുകയാണെങ്കിൽ പ്ലീസ് അവരെ അടുത്തുള്ള ഇലാ ദാറുൽ മുസ്ലിമീൻ ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടണം എന്നാണ് പറയുന്നത്. പ്ലീസ് ടേക്ക് ഹെർ ടു ദി നഴ്സിംഗ് ഹോം എന്ന് പറയാണ്. അപ്പോൾ എന്താണ്, അപ്പം മകൻ എന്താ ചെയ്തത്, മകൻ അവിടെ ഉപേക്ഷിച്ചു പോയതാണ്, അല്ലാതെ ഉമ്മയെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പോയതല്ല അല്ലേ. താജബൽ ജമീഉ വഖാലു, താജബ എല്ലാവരും അത്ഭുതപ്പെട്ടു, താജബ പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു, അൽ ജമീഉ എല്ലാവരും, ആ ഉസ്ര ഫാമിലി എല്ലാവരും അത്ഭുതപ്പെട്ടു. വഖാലു എന്നിട്ട് പറഞ്ഞു, യാ ഉമ്മ അമ അലിംതി അന്ന ഇബ്നക്കി കത് ഹജറക്കി, അവര് പറയാം കേട്ടോ, ഓ മദർ അമ അലിംതി അന്ന ഇബ്നക്കി കത് ഹജറക്കി, അമ അലിംതി നിങ്ങളെ അറിഞ്ഞില്ലേ, അന്ന ഇബ്നക്കി നിങ്ങളുടെ മകൻ കത് ഹജറക്ക് നിങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ്, അത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. കത് ഹജറ പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നതിനെയാണ് ഹജറ എന്ന് പറയാം കേട്ടോ. ഹജറക്ക് നിങ്ങളെ ഉപേക്ഷിച്ചതാണ്, അത് നിങ്ങൾ അറിഞ്ഞില്ലേ. എന്താണ് പറയുന്നത്, ഓ മദർ ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് യുവർ സൺ ഹാസ് അബാൻഡൻ യു, പറഞ്ഞാൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ്, അത് നിങ്ങൾ അറിഞ്ഞില്ലേ ചോദിക്കാം. അമ്മ അലിംതി നിങ്ങൾ അറിഞ്ഞില്ലേ, അന്ന ഇബിനക്ക് നിശ്ചയമായി നിങ്ങളുടെ മകൻ കത് ഹജറക്ക് നിങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ്. വലമ്മ അലിമത്തിൽ മർഅത്തു ഹാദിൽ ഖസ്വത ബക്കത്ത് വനാദത്ത്, വലമ്മ അലിമത്തിൽ മർഅത്തു ആ സ്ത്രീ ഇത് അറിഞ്ഞപ്പോൾ, വലമ്മ പറഞ്ഞാല് അലിമത്തി, വലമ്മ അലിംത്തി അവള് അറിഞ്ഞപ്പോൾ, അൽമറത്തു ആ സ്ത്രീ അറിഞ്ഞപ്പോൾ, ഹാദിൽ ഖസ്വത്തു ഈ ദുഷ്ടത്തരം, ഖസ്വത്ത് പറഞ്ഞാൽ നമ്മൾ ഈ ദുഷ്ടത്തരം എന്ന് പറയാം, ഈ ഒരു ദുഷ്ടത്തരം അറിഞ്ഞപ്പോൾ, ബക്കത്ത് വനാദത്ത് അവളാണ് കരഞ്ഞു, ഉറക്കനെ കരഞ്ഞു, വനാദത്ത് അവള് എന്താണ് വിളിച്ച് കരഞ്ഞു. എന്താണ്, വെൻ ദ വുമൺ ലേൺഡ് ഓഫ് ദിസ് ക്രൂവൽറ്റി, എന്താ വെച്ചാൽ കസ്വത്ത് ദുഷ്ടത്തരം എന്നുള്ളതിന് നമ്മൾ ക്രൂവൽറ്റി എന്ന് പറയാട്ടോ. ഷീ ക്രൈഡ് ആൻഡ് ബക്കത്ത് പറഞ്ഞാല് ഷീ ക്രൈഡ് അവള് കരഞ്ഞു, ആൻഡ്
കോൾഡ് ഔട്ട്, അവള് ഉറക്കെ വിളിച്ച് കരഞ്ഞു. എന്താണ്? യാ ബുനയ്യ യാ ഖിതാത്ത് കബിദി എന്നാണ് പറയുന്നത് കേട്ടോ. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമകനെ, എന്താണ് യാ ഖിതാത്ത് കബിദി പറഞ്ഞാല് എന്താണ്? പീസ് ഓഫ് മൈ ഹാർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ കരളിന്റെ കഷ്ണമേ എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. എന്താണ് പറയുന്നത്? ഓ മൈ സൺ, യു പീസ് ഓഫ് മൈ ഹാർട്ട്. എത്ര ഉപേക്ഷിച്ചാലും നമ്മളെ ഉമ്മാരെ അങ്ങനെ വിളിക്കുള്ളൂ അല്ലേ നമ്മളെ. അവരുടെ സ്നേഹമാണ്, നമ്മളെ ഉമ്മാരുടെ സ്നേഹമാണ് ഇതിൽ കാണുന്നത്. യാ ബുനൈ, ഉപേക്ഷിച്ചു പോയി എന്ന് അറിഞ്ഞിട്ടു യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമകനെ, യാ കിതാത്ത കബിദി എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓ മൈ സൺ, എന്താണ്? യു പീസ് ഓഫ് മൈ ഹാർട്ട് എന്നാണ് പറയുന്നത്. നീ എൻ്റെ കരളിന്റെ കഷ്ണമാണ്. അസ്ലഹല്ലാഹു ബാലക്ക, എന്നിട്ട് എന്താണ് പറയുന്നത്? മൈ ഗോഡ് ഫിക്സ് യുവർ ഹാർട്ട് എന്ന് പറയാൻ കേട്ടോ. അസ്ലഹ പറഞ്ഞാല് അള്ളാഹു നിന്റെ കാര്യങ്ങൾ നന്നാക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മളെ ഉമ്മാരെ അത്രേ പറയുള്ളൂ അല്ലേ. കൈഫ കദർത്ത അൻ തഫഅല ബി ഹക്കദ, എന്നിട്ട് എന്താ പറയുന്നത് ഉമ്മ? കൈഫ കദർത്ത, നിനക്ക് എങ്ങനെ സാധിച്ചു? കൈഫ ഒരു ക്വസ്റ്റ്യന്റെ മോഡലാണ് കേട്ടോ. കൈഫ കദർത്ത, നിനക്ക് എങ്ങനെ സാധിച്ചു? അൻ തഫഅല ബി ഹക്കദ, ഇപ്രകാരം എന്നെ ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? ഹൗ കുഡ് യു ഡു ദിസ് ടു മീ, എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ഉമ്മ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ കരഞ്ഞു പറയാണ് ഉമ്മ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം ഇവിടെ തീരുകയാണ് അല്ലേ. അപ്പൊ എന്തായിരിക്കും പിന്നീട് നടന്നിട്ടുണ്ടാവുക? എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കോ, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട്. അങ്ങനെ 29ാമത്തെ പേജിലോട്ട് നോക്കൂ. നക്രൗൻ നസാവൻ ഒഴുദുൽ അസില, നമുക്ക് താഴെ നക്രൗൻ നസ, നമുക്ക് നമ്മുടെ പാഠഭാഗം ഒന്ന് വായിക്കാം. അവൻ ഒഴുദു അസില, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു പോയിന്റ്സുകൾ കാണുന്നുണ്ടല്ലേ. മൻ ഐന മത്ത, പോയിന്റ് എന്തൊക്കെയാണ്? മൻ ഐന മത്ത. അപ്പോൾ ഇതെന്താണ്? ഇതിനെന്ത് പറയും? അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയാം. അദവാത്തുൽ ഇസ്തിഫ്ഹാം പറഞ്ഞാല് നമ്മള് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന പദങ്ങളാണ്. ക്വസ്റ്റ്യൻ മിൻ, ഐന, മത്ത, മാത, കൈഫ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂലേ, അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന വേർഡുകളല്ലേ, പദങ്ങളല്ലേ. അപ്പൊ അതിനെയാണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയുന്നത്. അപ്പോ ഈ മൻ എന്നുള്ളത് എന്തിനെ കുറിച്ചാണ്? എവിടെയൊക്കെ യൂസ് ചെയ്യും? ലിസ്വാലി, എന്തിനെ കുറിച്ച്? അനിൽ അക്കിലി, ഒരു ബുദ്ധിയുള്ള ആളെ കുറിച്ച് ചോദിക്കാനാണ് ഈ മൻ യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിസ്വാലി അനിൽ അക്കലി പറഞ്ഞാല്, അനിൽ അക്കലി പറഞ്ഞാല് ബുദ്ധിയുള്ളവർ പറഞ്ഞാല് മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാരെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ മൻ ഹുവ, അവനാര എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഒരു അസദ്, ഒരു സിംഹത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടെ മൻ എന്നല്ല ചോദിക്കുക, മാ എന്നാണ് ചോദിക്കുക. മൻ ചോദിക്കില്ല. അപ്പൊ എന്താ? അവർക്ക് ബുദ്ധിയില്ല, ഒരു മനുഷ്യന്മാരല്ല, ഹയവാനാണ്. അപ്പൊ അതുകൊണ്ട് മാ എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ മനസ്സിലായില്ലേ? അനിൽ ആക്കലി പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരാണ് കേട്ടോ. മൻ എന്ന് യൂസ് ചെയ്യല് മനുഷ്യന്മാർക്ക് മാത്രമാണ്. അപ്പൊ മൻ ഹുവ, അവനാര എന്നൊക്കെ ചോദിക്കാം. അതുപോലെ ഐന പറഞ്ഞാല് ലിസ്വാലി അനിൽ മക്കാനി, ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കുന്നതിനാണ് ലിസ്വാലി അനിൽ മക്കാന്, ഒരു സ്ഥലം. ഐന ബൈത്തുക്കി, നിന്റെ വീട് എവിടെ? ഐന മദ്രസത്തുക്കി എന്നൊക്കെ ചോദിക്കൂലേ, നിന്റെ സ്കൂൾ എവിടെ എന്ന് ചോദിക്കുന്നതിന്. ഇതിനാണ് ലിസ്വാലി അനിൽ മക്കാനി, ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കുന്നതിനാണ് ഐന യൂസ് ചെയ്യുക. മത്ത എന്നുള്ളത് എന്തിനാണ്? വഹിയ അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്തിനെ കുറിച്ചാണ്? ലിസ്വാലി അനിൽ വക്തി, അല്ലേ, ഒരു സമയത്തെ കുറിച്ച് ചോദിക്കാൻ. മത്ത തർജയി എന്നൊക്കെ ചോദിക്കാം, എപ്പോഴാണ് നീ മടങ്ങിയത്? മത്ത ഖറജൽ ഫവാസ് മിൻ ബൈത്തിഹി എന്നൊക്കെ. അതിനാണ് എന്ത്? മത്ത യൂസ് ചെയ്യുക. ഒരു സമയത്തെ കുറിച്ച് ചോദിക്കാനാണ് മത്ത യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അദവാത്തുൽ ഇസ്തിഫാമിൽ പെട്ടതാണ് കൈഫ, പിന്നെ മാത, ഹൽ, ഖം
എന്നൊക്കെ, മാ എന്നൊക്കെ കുറേ വേർഡ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് പതിയെ പഠിച്ചു വരാം. കൈഫ എന്നുള്ളത് എന്തിനേയും കുറിച്ച് ഒരു രൂപം നമ്മൾ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കൈഫൊക്കെ. ലാസ്റ്റ് വരിയിൽ കണ്ടുല്ലേ, കൈഫ കദറത്തി അൻ തഫ്അല ബിഹി ആക്കഥ, ഇപ്രകാരം ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിച്ചില്ലേ. കൈഫിയ ഒരു രൂപത്തെ കുറിച്ച് ചോദിക്കാനാണ് കൈഫ യൂസ് ചെയ്തത്. അതുപോലെ കം എന്ന് പറയാം. അത് കം എന്നുള്ളത് അതത്, നമ്മുടെ എണ്ണത്തെ കുറിച്ചൊക്കെ ചോദിക്കുക. അസ്വാലു അനിൽ അതതി, എണ്ണം. കം റൂബിയ ഇന്ദക്ക, നിന്റെ കയ്യിൽ എത്ര പൈസയുണ്ട് എന്നൊക്കെ ചോദിക്കുക. അതുപോലെ മാതാ തറഫി ഹാദിഹി സുഫ്, അല്ലെങ്കിൽ മാതാ തറഫി ഹാദി ദർസ്, ഈ പാഠത്തിൽ നിങ്ങൾ എന്താ കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത് മാതാ. അത് ഈ മാതാ യൂസ് ചെയ്യൽ ഓയർ ആക്കലിനാണ് കേട്ടോ. മാതാ എന്ന് യൂസ് ചെയ്യൽ ഓയർ ആക്കലിനാണ് ബുദ്ധി ഇല്ലാത്തവർക്ക്. എന്ന് വെച്ചാൽ എന്തെങ്കിലും വസ്തുക്കളെ കുറിച്ച്, അല്ലെങ്കിൽ അസദ് സിംഹത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും മാതാ എന്ന് പറയാം. അതുപോലെ മനുഷ്യന്മാരല്ലാത്തവരെ കുറിച്ചൊക്കെ ചോദിക്കാൻ മാതാ എന്ന് പറയും. എന്താണ് അത് ചോദിച്ചിക്കാണ്ട് അങ്ങനെ ചോദിക്കുന്നത്. മാതാ നറ, അല്ലെങ്കിൽ മാതാ ലിമാത, പിന്നെ അതുപോലെ ലിമാത യൂസ് ചെയ്യാൻ എന്തിനു വേണ്ടി, അതൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഹൽഫൈൻതും. അപ്പോൾ നിങ്ങൾ ഈ മൻ ഐന മത്ത ഈ വേർഡ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ. മൻ തൻതൽ നിരീന, അതുപോലെ ഐന ബൈത്തുക്കി, അതുപോലെ മൻ യജിദ് ഹാദിൽ മർ, അത് വേണ്ട. പിന്നെ അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ പലത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാം. അതുപോലെ നമുക്ക് വേറെ ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കൂ. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ കാണുന്നത്? ഇസ്തൈഖല ഫവാസ് ഫിസ്വബാഹി മുബക്കിറൻ എന്ന് കണ്ടു അല്ലേ. അപ്പോൾ മത്താ ഇസ്തൈഖല ഫവാസ് എന്ന് ചോദിക്കാം. മത്താ ഇസ്തൈഖല ഫവാസ്, ഫവാസ് എപ്പോഴാണ് എണീറ്റത്, രാവിലെ എണീറ്റത് എപ്പോഴാണ് എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ ആൻസർ എന്തായിരിക്കും. ആൻസർ എഴുതണമെന്നില്ല, മനസ്സിലാക്കുക. ഇസ്തൈഖല ഫവാസ് ഫിസ് സ്വബാഹി മുബക്കിറ, നേരത്തെ, രാവിലെ നേരത്തെ എണീറ്റു. അപ്പം മത്ത അങ്ങനെ യൂസ് ചെയ്യാം. മത്ത ഇസ്തൈഖല ഫവാസ്. അതിനെ യൂസ് ചെയ്യൽ എങ്ങനെ, എവിടെയാണ്, അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതാം. എന്തൊക്കെ എഴുതാം? എവിടെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഫാമിലി. ഐന ഇൻതല്ലറ ഫവാസ് വ ഉസ്റത്തുഹു എന്ന് എഴുതാം. എവിടെയാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഫിൽ മത്താരി, എവിടെയാ? ഫിസ് സ്വാലത്തിലെ, ടെർമിനലിൽ, ലോഞ്ചിലാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്, ആ ഹാളിൽ. അപ്പോൾ അത് എഴുതാം. അതുപോലെ മന്നെ എങ്ങനെ എഴുതാം? മൻ ആരാണ് ഖത്തറിൽ നിന്നും വരുന്നത് എന്നെഴുതാം. അതുപോലെ എന്താണ്, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ. ആരാണ് വരുന്നത്? മനിൽ ഖാദിം മിനൽ ഖത്തർ, ഖത്തറിൽ നിന്നും ആരാണ് വരുന്നത്? വാലിദു ഫവാസ് അല്ലേ എന്നൊക്കെ എഴുതാം. അതുപോലെ ഞാൻ മോഡലൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ, ഞാൻ എല്ലാം ആൻസറും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആൻസർ വോയിസ് കേട്ട് എഴുതാം. അപ്പം ഇനി അടുത്ത് നോക്കാം. നതാറഫ്, നമുക്ക് പരിചയപ്പെടാം. എന്താണ് നതാറഫ്? എന്തൊക്കെ പരിചയപ്പെടാം? കുറച്ച് പിക്ചർ കാണുന്നുണ്ട്. ഹുനാക്ക അസ്വാറും, കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട്. അതെന്താണ്? ഒന്ന് അൽ മത്താർ, എയർപോർട്ട്. പിന്നെ അത്തോയിറ, ഫ്ലൈറ്റിന് എന്താണ് പറയുക? അത്തോയിറ. പിന്നെന്താണ് താഴെ കാണുന്നത്? അൽ മദ്റജ്, റൺവേ കാണുന്നുണ്ട്. പിന്നെന്താ കാണുന്നത്? പൈലറ്റിനെ കാണുന്നുണ്ട് അല്ലേ. ഈ യൂണിഫോം ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പൈലറ്റാണ്. അപ്പൊ പൈലറ്റിന് എന്താ പറയാ? അത്തൊയ്യാറ്. പൈലറ്റിന് അത്തൊയ്യാറ്. ആരും മറന്നു പോരുത്, ഇതൊക്കെ നമ്മൾ എന്നും ഓർക്കേണ്ട വേർഡുകളാണ്. പിന്നെ മുലീഫത്ത് തോയിറ, അത് എയർ ഹോസ്റ്റസിനാണ് മുലീഫത്ത് തോയിറ എന്ന് പറയാം. നിങ്ങളൊക്കെ ഫ്ലൈറ്റിൽ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും എയർ ഹോസ്റ്റസിനെ അല്ലേ. എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു യൂണിഫോമിലൊക്കെ ആയിരിക്കും അവരല്ലേ. അപ്പോൾ നല്ല ലുക്കിംഗ് ആയ
ബോയ് ഉണ്ടാവും ഗേൾസും ഉണ്ടാവും. അപ്പോൾ മുലീഫത്ത് തോയിറ എന്നാൽ എയർ ഹോസ്റ്റസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമയിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ജവാസ് സഫർ, അടുത്തത് എന്താണ് ജവാസ് സഫർ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട്. അപ്പോൾ ഈ വേർഡ്സുകളൊന്നും മറക്കരുത് കേട്ടോ, നന്നായിട്ട് പഠിക്കണം. ഒരിക്കലും മറക്കരുത്, നമുക്ക് എന്നും യൂസ് ആവുന്ന വേർഡ്സുകളാണ്. 30ാമത്തെ പേജിലോട്ട് നോക്കൂ. നുക്കുൽമിൽ മുക്കാലമ, നുക്കുമിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അൽ മുക്കാലമ, മുക്കാലമ പറഞ്ഞാൽ ഫോണിലൂടെയുള്ള കോൺവെർസേഷനെയാണ് നമ്മൾ മുക്കാലമ എന്ന് പറയും. ഫോണിലൂടെ സംസാരിക്കുന്നതിനെ മുക്കാലമ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫോണിലൂടെയുള്ള ഒരു സംസാരമാണ് താഴെ കാണുന്ന കോൺവെർസേഷൻ. അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇത്തസല വാലിദ് ഫവാസ് ബിഷുർത്ത അൽബറൽ ജവാൽ. ഇത്തസല വാലിദ് ഫവാസ്, ഫവാസിന്റെ പിതാവ് ഇത്തസല, ഇത്തസല എന്താ കോണ്ടാക്ട് ചെയ്തു, വിളിച്ചു, ബന്ധപ്പെട്ടു എന്നൊക്കെ പറയാം. അപ്പോൾ ഫവാസിന്റെ വാലിദ് പിതാവ് കോണ്ടാക്ട് ചെയ്തു. ബിഷുർത്ത പോലീസിനെ, അബറൽ ജവാൽ മൊബൈൽ ഫോൺ വഴി കോണ്ടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ താഴെയുള്ള നമ്മൾ പോലീസും ഫവാസിന്റെ പിതാവും തമ്മിലുള്ള കോൺവെർസേഷനാണ് താഴെ കാണുന്നത്. ഒരു മുക്കാലമ, അതൊന്ന് ശ്രദ്ധിക്കൂ. അത് കംപ്ലീറ്റ് അല്ല, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ റെഡി അല്ലേ എൻ്റെ കൂടെ എല്ലാവരും? ഒന്ന് ശ്രദ്ധ തിരിക്കുക. വാലിദ് ഫവാസ്, അപ്പോൾ ആദ്യം സംസാരിക്കണേ നമ്മുടെ ഫവാസിന്റെ പിതാവാണ് കേട്ടോ, സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ഒരു പോലീസിനെ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ എന്താ പറയുക, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ പറയൂലേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലവർ അസ്സലാമു അലൈക്കും എന്ന് പറയും, ചിലവർ ഗുഡ് മോർണിംഗ് എന്ന് പറയും, ചിലവർ ഗുഡ് ഈവനിങ് എന്ന് പറയും. പലരും പല രീതിയിലല്ലേ, ഹലോ എന്ന് പറഞ്ഞും പല രീതിയിലും കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ വാലിദ്, അപ്പം എങ്ങനെയായിരിക്കും ഫവാസിന്റെ പിതാവ് കോണ്ടാക്ട് ചെയ്തിരിക്കുക? തുടക്കത്തിൽ തന്നെ സുബാൽ ഖൈർ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് സുബാഹന്നൂർ എന്നാക്കാം. എന്താണ് ചിലപ്പോൾ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഗുഡ് ഈവനിങ് എന്ന് പറയാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സുബാൽ ഖൈർ എന്നാണെങ്കിൽ അപ്പോൾ ഷുർത്തത്ത് എന്ത് പറയും? സുബാഹന്നൂർ എന്ന് പറയും അല്ലേ പോലീസ്മാന്. മസാൽ ഖൈർ എന്നാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ പോലീസ്മാൻ പറയും എന്താ, ഷുർത്ത എന്താ സംസാരിക്കുക, മസാന്നൂർ എന്ന് പറയും അല്ലേ. അപ്പോൾ അത് അവിടെ ഫില്ല് ചെയ്യാം. എന്നിട്ട് പോലീസ് ചോദിക്കുകയാണ് മമ്മായി, ആരാണ് എന്നോടൊപ്പം, ആരാണ് എന്നാണ് ചോദിക്കുന്നത്. മൻ മായി എന്ന്, അതേപോലെ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ചർച്ച ചെയ്തു മൻ മാക്ക എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ മൻ മായി, എന്നോട് സംസാരിക്കുന്നത് ആരാണ് എന്ന ഉദ്ദേശത്തിലാണ്, ആരാണ് എന്നോടൊപ്പം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ഇത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കല് അറബിയിൽ മൻ മായി എന്നാണ് കേട്ടോ. അപ്പോൾ വാലിദ് ഫവാസ്, അപ്പോൾ ഫവാസിന്റെ പിതാവ് സംസാരിക്കുകയാണ്. മാക്ക ഖാലിദ്, നിങ്ങളോടൊപ്പം ഞാൻ ഖാലിദാണ് എന്ന് പറയാണ്. അപ്പോൾ ഫവാസിന്റെ പിതാവിന്റെ പേരെന്താണ്? ഖാലിദ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഖാലിദ് എന്ന് പറയാം കേട്ടോ. ഖാലിദാണ് നമ്മുടെ ഫവാസിന്റെ പിതാവിന്റെ പേര്, ഖാലിദ്. അപ്പൊ ഷുർത്ത പോലീസ്, മിൻ ഐന തത്തസിലു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മിൻ ഐന, എവിടെ നിന്നാണ്. തത്തസിലു, കോണ്ടാക്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ഫവാസിന്റെ പിതാവായ ഖാലിദ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എവിടുന്നാ വിളിക്കണേ? അവര് വണ്ടി നിൽക്കുന്ന ഏരിയ എവിടെ? നമ്മുടെ ഇമ്രഅത്ത് മുസിന എവിടെയായിരുന്നു നിന്നിരുന്നത്? 28ാമത്തെ പേജിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഹിയ തെജിലിസു ബി ജാനിബി ത്വരീഖി ഇലസൂക്കി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? വാലിദ് എന്തായിരിക്കും? ബി ജാനിബി ത്വരീഖി ഇലസൂക്കി എന്ന് പറയാം അല്ലേ. ബി ജാനിബി ത്വരീഖി ഇലസൂക്കി. അപ്പൊ ഷുർത്ത ഇവിടെ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡിന്റെ വഴിയരികിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഷുർത്ത പോലീസ്മാൻ, മാതാ അസാബ, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കണം. മാതാ അസാബ, എന്താണ് സംഭവിച്ചത്? അപ്പൊ ഫവാസ്, വാലിദു ഫവാസ്, ഹുന സയ്യിദത്തുൻ അൽജൂസും ബിജാനിബി ത്വരീഖ്. ഹുന, ഇവിടെയുണ്ട്, സയ്യിദത്തുൻ അൽജൂസ, ഒരു പെണ്ണുണ്ട്. അൽജൂസ പറഞ്ഞാൽ എന്താ, നല്ല വാർദ്ധക്യം എത്തിയവരാണ് അജൂസൻ എന്ന് പറയാം. അപ്പോൾ ഒരു വയസ്സായ ഒരു സ്ത്രീ ഉണ്ട്
ബിജാനിബി ത്വരീഖി, ഈ വഴിയരികിൽ എന്ന് പറയാണ്. അപ്പൊ പോലീസ് മൻ മാഹ, അവളോടൊപ്പം ആരാണുള്ളത്? അപ്പോൾ വീണ്ടും ഒരു സംഭവം, ഒരു ഇത് കിട്ടിയില്ലേ, മൻ മായി എന്ന് ചോദിച്ച പോലെ മൻ മാഹ, അവളോടൊപ്പം ആരാണുള്ളത് അല്ലേ. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രൂപമൊക്കെ മനസ്സിലാക്കണം കേട്ടോ. മൻ മാഹ, അവളോടൊപ്പം ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാലിദ് ഫവാസ് ലാ അഹദുൻ എന്നായിരിക്കൂലേ അവർ പറഞ്ഞിട്ടുണ്ടാവും, ആരും ഇല്ലല്ലോ അവരെ കൂടെ. അപ്പൊ ലാ അഹദും മാഹ, അവളോടൊപ്പം ആരുമില്ല എന്ന് പറയാം. എന്താണ്? ലാ അഹദുൻ, ഒരാളുമില്ല, മാഹ, അവളോടൊപ്പം. എന്നിട്ട് എന്ത് പറയാം? വഹിയ മഹ്ജൂറ, വഹിയ മഹ്ജൂറത്തുൻ, അവളെ ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടോ. ആരെ എന്ന് നമുക്ക് ഫില്ല് ചെയ്യാം. വഹിയ ലാ അഹദും മാഹ വഹിയ മഹ്ജൂറത്തുൻ. അപ്പൊ ഷുർത്ത, പോലീസ് എന്താ പറയുന്നത്? സനസിലു ഇലേക്ക് ഫൗറൻ, ശേഷം ഞങ്ങൾ അവിടേക്ക് എത്താം, പെട്ടെന്ന് എത്താം. സനസിലു പറഞ്ഞാൽ ഞങ്ങൾ എത്താം, ഇലേക്ക് നിന്നിലേക്ക് ഞങ്ങൾ എത്താം, ഫൗറൻ പെട്ടെന്ന്. അപ്പൊ വാലിദ് ഫവാസ് എന്താ പറഞ്ഞേ? ശുക്രൻ, താങ്ക് യു എന്ന് പറയാവും അല്ലേ? അതല്ലായിരിക്കും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പോലീസ് പറയുമ്പോൾ അപ്പൊ നമ്മൾ എന്താ പറയാ? താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതുപോലെ താങ്ക് യു. അപ്പോൾ ഷുർത്ത, പോലീസ് ആഫുവൻ എന്ന് പറയും. അപ്പൊ നമ്മൾ അറബിയിലെ ഒരു രീതിയാണ്, ശുക്രൻ എന്ന് ഒരാൾ സംസാരിച്ചാൽ അതിന്റെ കൂടെ മറ്റാള് ആഫുവൻ എന്ന് പറയും. അത് അറബിയിലെ ഒരു ശൈലിയാണ്, ശുക്രൻ ആഫുവൻ. അപ്പോൾ അഫ്വാൻ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും നമ്മളെ സംസാരത്തിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നൊരു രൂപമാണ് അഫ്വാൻ എന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്നുള്ള രീതിയായിരിക്കും കേട്ടോ. അപ്പോൾ ശുക്രൻ പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് അഫ്വാൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ പിന്നെന്തായിരിക്കും? വാലിദ് ഫവാസ് കദ് സല്ലമൽ വാലിദ് അൽ ജദ്ദത്ത അല്ലേ, ഇംറഅത്തു മുസിന്ന, അവരെ ഏൽപ്പിക്കുകയാണ്. കത് സല്ലമ, അവളെ ഏൽപ്പിക്കുകയാണ്. ഇലശുർത്ത, പോലീസ്, ഇലശുർത്തി, പോലീസിലേക്ക് ഏൽപ്പിക്കൂ അല്ലേ. വാലിദ് ഫവാസ് സല്ലമ അല്ലെ ഇംറഅത്തുൽ മുസിന്ന ഇലശുർത്തി എന്ന് അല്ലേ. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അന്നഹും, എന്നിട്ട് അവരെന്തായിരിക്കും ചെയ്തിരിക്കുക? റഹബു ഇല ബൈത്തിഹിം, അവർ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. റഹബു, അവർ പോയി, ഇല ബൈത്തിഹിം, അവരുടെ വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നുലാഹിലു വനുഅബ്ബിറു, നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വനുഅബ്ബിറു നമുക്ക് സെന്റൻസിൽ പറയാം, നമുക്ക് സംസാരിക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹുനാക്ക് സുവറുൻ അല്ലേ, ഒരു ചിത്രം കാണുന്നുണ്ട്. ഹുവ ഫവാസ്, ഫവാസിനെ കാണാം. ഫവാസ് ഒരു ഫോട്ടോ നോക്കുന്നതായിട്ടൊക്കെ കാണാം അല്ലേ. അപ്പൊ എന്താണ്? ഷാഹദ ഫവാസ്, അങ്ങനെ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഷാഹദ ഫവാസ്, ഫവാസ് കാണുകയാണ്, നോക്കുന്നു. ഫി ജവ്വാലി വാലിദിഹി, അവന്റെ പിതാവിന്റെ മൊബൈൽ ഫോണിൽ, മൊബൈൽ ഫോണിൽ അവൻ കാണുകയാണ് എന്ത്? സൂറത്ത ഉസ്രത്തിഹി, തൻ്റെ ഫാമിലിയുടെ എന്ത് പിക്ചർ കാണുകയാണ്. അൽ ഖദീമ, പഴയ, തൻ്റെ പഴയ ഫാമിലി ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആര്? ഫവാസ്. ഫസ അല ഫവാസ്, അപ്പോൾ ഫവാസ് ചോദിക്കുന്നു അൻ ആളായിൽ ഉസ്രത്ത്, നമ്മുടെ ഫാമിലിയിലെ, കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് ഫവാസ് ഇങ്ങനെ ചോദിക്കുകയാണ് അല്ലേ. ആരൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്? ഈ പഴയ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ കണ്ടാൽ ഇത് ആരമ്മ, ഇത് ആരാണ്, അങ്ങനെ നമ്മൾ ഓരോന്ന് ചർച്ച ചെയ്യൂലേ. പഴയ ഫോട്ടോസൊക്കെ കണ്ടാലേ നമുക്ക് നമ്മള് ചെറിയ പ്രായത്തിലുള്ളവരും മാറ്റങ്ങൾ ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഫവാസ് ചോദിക്കുകയാണ്. അപ്പൊ ഇതിൽ ആരൊക്കെയാ കാണാൻ പറ്റുന്നത്? ജദ്ദത്തിനെ കാണാം, പിന്നെ ജദ്ദിനെ കാണാം. ജദ്ദത്ത് പറഞ്ഞാല് വല്യുമ്മ, ജദ് പറഞ്ഞാല് വല്യുപ്പ, എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും. പിന്നെ ഫവാസിന്റെ വാലിദുണ്ട്, ഫവാസിന്റെ മദർ വാലിദത്തുണ്ട്, എന്ന് വെച്ചാൽ ഉമ്മയുണ്ട്. പിന്നെ അവന്റെ ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഒരു ബ്രദറിനെ കാണുന്നുണ്ട്, 2 സിസ്റ്റേഴ്സിനെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒഹ്തുണ്ട്, ഒഹ്താണ് സിസ്റ്റർ,
ഒഹ്ത്തുണ്ട്, പിന്നെ അഹു ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഫവാസ് അവൻ്റെ ഉപ്പാനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. 32ാമത്തെ പേജിലോട്ട് നോക്കൂ. നുമാരിസുൽ ഖത്ത, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് പരിശീലിക്കാം. നുമാരിസ് പറഞ്ഞാൽ നമുക്ക് പരിശീലിക്കാം. അൽ ഖത്ത എന്ത്, ഹാൻഡ് റൈറ്റിംഗ്. ഈ അടിവരയിട്ട് അതിലിങ്ങനെ എഴുതി നോക്കുക എല്ലാവരും. അപ്പോൾ എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു ഖുറാനിലെ ഒരു ആയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അത് നമ്മൾ എല്ലാവരും എന്താണ് പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ വളർത്തി വലുതാക്കിയ, പോറ്റി വളർത്തിയ അവരെ അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ എന്നാണ് കേട്ടോ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, റഹംഹുമ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നീ കാരുണ്യം, റഹ്മത്ത് ചൊരിയണമേ. കമാ റബ്ബയാനി സഗീറ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ, ഞങ്ങളെ പരിപാലിച്ചതുപോലെ അവരെയും നീ അവരുടെ മേലില്, അവരുടെ രണ്ടുപേരുടെയും മേലിൽ നീ റഹ്മത്ത് ചൊരിയണേ എന്നാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതി നോക്കുക. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ഉഷാറാക്കുക. പിന്നെ അടുത്തത് എന്താണ്? സയ്യിദത്തി ഹാദിഹി ഹദിയത്തുൽ ലക എന്നൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി നോക്കുക. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഉഷാറാക്കാൻ ശ്രമിക്കുക. 5ാം ക്ലാസ്സിലല്ലേ, 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേനും എല്ലാം അടിപൊളിയാവണ്ടേ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. വീഡിയോസൊക്കെ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.